സ്വാഭാവികമായൊരു ചോദ്യമുണ്ട്. ആദത്തിൻ്റെ മക്കൾ പാപം മൂലം കളങ്കപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ പിന്നെ അവളിലും ആ പാപത്തിൻ്റെ കറ പടർന്നു കയറിയിട്ടുണ്ടാകില്ലേ? ഇവിടെയാണ് ഏത് വരാൻ പോകുന്നത് ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന ആശയം. മറിയത്തിൻ്റെ അമലോത്ഭവം. ദമ്പതികൾ ചിന്തിച്ച് നമ്മുടെ കുടുംബത്തിലേക്ക് ഉദരത്തിൽ നമ്മൾ വഹിച്ചൊരു കുഞ്ഞിനെ സ്വീകരിക്കുന്നതിന് മുമ്പ് നമ്മൾ എങ്ങനെയൊക്കെയാണ് ആ വീടൊരുക്കുന്നത്? കത്തോലിക്ക സഭയുടെ സത്യവിശ്വാസവും പ്രബോധനങ്ങളും എല്ലാം മിശിഹാ തമ്പുരാനിൽ ആരംഭിച്ച് മിശിഹായിലേക്ക് എത്തിച്ചേരും. അതിൻ്റെ നല്ല തെളിവല്ലേ ഇമാക്കുലേറ്റ് കൺസെപ്ഷൻ ഓഫ് മേരി? ഏതെങ്കിലും ഒരു ദൗത്യത്തിനു വേണ്ടി ദൈവം ആരെയെങ്കിലും തിരഞ്ഞെടുക്കുന്നുണ്ടെങ്കിൽ അതിനു മുൻപേ തന്നെ ദൈവം അവരെ ഒരുക്കി തുടങ്ങും. അതുകൊണ്ട് അമ്മയും രക്ഷിക്കപ്പെട്ടത് പുത്രനാലേ തന്നെയാണെന്ന് ഓർക്കുക. മറിയത്തെ കാത്ത ദൈവത്തിൻ്റെ കൃപ ഇറ്റ്സ് നോട്ട് യെറ്റ് ഡൺ. അത് അവസാനിച്ചിട്ടില്ല, അതിന്നും പ്രവർത്തന നിരതമാണ്. ഏതെങ്കിലുമൊക്കെ പാപം മൂലം വലയുന്നവരോർക്കണേ, ദൈവത്തിൻ്റെ കൃപ അവസാനിച്ചിട്ടില്ല. നിന്റെ സഹകരണം നിന്നെ വീണ്ടെടുക്കാൻ കാരണമാകും. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. പരിശുദ്ധ അമ്മയുടെ സ്വർഗാരോപണ തിരുനാളിന്, വാങ്ങിപ്പ് തിരുനാളിന് ഒരുക്കമായി ഫീഡ് മൈ ഷീപ്പ് യൂട്യൂബ് ചാനൽ നിങ്ങൾക്കായി ഒരുക്കുന്ന 15 ദിവസത്തെ ശുശ്രൂഷ വാക്കിംഗ് വിത്ത് മേരി ഫ്രം ഇറ്റേണിറ്റി ടു ഹെവൻ. നിത്യതയിൽ നിന്ന് സ്വർഗത്തോളം മറിയത്തോടൊപ്പം നമ്മൾ നടത്തുന്ന യാത്ര. ആ യാത്രയുടെ രണ്ടാമത്തെ ചുവട്. ഇന്നലെ വി മെയ്ഡ് ദ ഫസ്റ്റ് സ്റ്റെപ്പ്. ഇന്ന് രണ്ടാമത്തെ ചുവട് നമ്മൾ വയ്ക്കുകയാണ്. നിങ്ങളേറെ പേര് പങ്കെടുക്കുന്നതിൽ സന്തോഷം. പലരും താല്പര്യത്തോടെ അതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കുകയും മനസ്സിലാക്കിയ കാര്യം ഒന്നുകൂടെ പറഞ്ഞു കേൾപ്പിക്കുകയും ഫീഡ് മൈ ഷീപ്പിന് ഈ ശുശ്രൂഷകൾക്ക് പിന്തുണ അറിയിക്കുകയും ചെയ്യുന്നതിന് ഒക്കെ നന്ദി പറയുന്നു. ഏറെ പ്രെയർ റിക്വസ്റ്റ് ഫസ്റ്റ് എപ്പിസോഡിൻ്റെ ചുവട്ടിൽ കണ്ടു. തീർച്ചയായിട്ടും ഞങ്ങളും അതൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന ഇൻറ്റൻഷൻസിൻ്റെ കൂടെ, പ്രാർത്ഥനാ നിയോഗങ്ങളുടെ കൂടെ, അതിനേക്കാൾ ഉപരി ഇങ്ങനെ ഒരു ശുശ്രൂഷയിൽ ഞാൻ കൂടുതൽ ആഗ്രഹിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലായ കാര്യം, മുൻപ് നമ്മൾ മാർഗത്തിൽ ചെയ്തിരുന്നൊരു പാറ്റേൺ, നിങ്ങൾക്ക് മനസ്സിലായ കാര്യം, ആ ടോക്കിൽ നിന്ന് മനസ്സിലായ ഒരു ഇൻസൈറ്റ്, മേ ബി അതിനേക്കാൾ ഉപരി ഒരു പക്ഷേ ഈ ധ്യാനം നിങ്ങൾക്ക് കുറേ കൂടെ പ്രകാശം നൽകും. നിങ്ങൾ തുറവിയോടെ ഇരിക്കുമ്പോൾ അപ്പോൾ അതും കൂടെ ചേർത്ത് വെച്ച് ഒക്കെ കുറിച്ചിടുന്നത് ഒരുപാട് പേർക്ക് ഇൻസ്പിറേഷനാണ്. ഒരു പക്ഷേ ടോക്ക് കേട്ടിട്ട് മനസ്സിലായവർ, ചിലർ എൻ്റെ എഡിറ്റർ ഷാരോൺ, നിങ്ങൾക്ക് ഇപ്പോൾ നല്ല പരിചയമായി ഷാരോൺ ഞാൻ ചോദിച്ചു, ഷാരോൺ ഹൗ ഇസ് ദ ടോക്ക്, ഇസ് ഇറ്റ് ഓക്കെ? അപ്പോൾ ഷാരോൺ പറഞ്ഞത്, അച്ചു ആദ്യത്തെ തവണ കേട്ടപ്പോൾ ഓക്കെ, രണ്ടാമത്തെ തവണ കേട്ടപ്പോഴാണ് അച്ചു അതിൻ്റെ ബ്യൂട്ടി എനിക്ക് മനസ്സിലായത്. അപ്പോൾ അങ്ങനെ ഒന്നുകൂടെയൊക്കെ ഒന്ന് കേട്ട് ധ്യാനപൂർവ്വം ഇരിക്കുമ്പോഴായിരിക്കും ആ പ്രകാശം ചിലപ്പോൾ പൂർണ്ണമായിട്ട് നമ്മളിലേക്ക് എത്തുന്നത്. അതിൻ്റെ ഒരു സമ്മറിയൊക്കെ കുറിച്ചിടാൻ പറ്റുന്നതൊക്കെ നല്ലത്. നാട്ടിലിപ്പോൾ നല്ല മഴയാണ്, അതിൻ്റെ ബുദ്ധിമുട്ടുകളുണ്ട്, ഏറെ പേര് ക്ലേശം അനുഭവിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും നമ്മൾ അവരെയൊക്കെ പ്രാർത്ഥനയിൽ ഓർക്കണം. ലാൻഡ് സ്ലൈഡിങ്ങിൻ്റെ ഒക്കെ വാർത്തകൾ നമ്മൾ കേൾക്കുന്നുണ്ട്, മണ്ണിടിച്ചിലിൻ്റെ വാർത്തകൾ. അതൊക്കെ നമുക്ക് കാഴ്ചവെക്കാം. ഈ ശുശ്രൂഷയിൽ അതൊക്കെ പറഞ്ഞ് കാഴ്ചവെച്ച് നമുക്ക് ഈ ധ്യാനത്തിലേക്ക്, രണ്ടാമത്തെ ദിവസത്തിലേക്ക്, രണ്ടാമത്തെ ചുവട് വയ്ക്കാൻ നമുക്കൊരുമിച്ച് ഒരുങ്ങാം. ഇന്നലെ നമ്മൾ കേട്ടത് മറിയത്തെ നിത്യതയിലെ കർത്താവ് ഒരുക്കി. കർത്താവിൻ്റെ വലിയ രക്ഷാകര പദ്ധതിയിൽ, അവൻ്റെ പരിപാലനയിൽ സൃഷ്ടിക്ക് മുമ്പേ മറിയമുണ്ട്, ദൈവത്തിൻ്റെ പദ്ധതിയിൽ മറിയമുണ്ട് എന്നാണ്. അപ്പോൾ മിശിഹായിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്തല്ല മറിയത്തെ മനസ്സിലാക്കുന്നത്. വി കനോട്ട് സെപ്പറേറ്റ് മേരി ഫ്രം ക്രൈസ്റ്റ്. എപ്പോഴും മിശിഹായോട് ചേർന്ന് മറിയമുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ ചോദിക്കുന്നത്, അപ്പോൾ ഇന്നലെ ഞാൻ പറഞ്ഞ് അവസാനിപ്പിച്ചിരുന്നു, നമ്മൾ മറിയത്തിലേക്ക് എത്തിയിട്ടില്ല. ദൈവത്തിൻ്റെ പദ്ധതി, പഴയ നിയമം ഒക്കെ ഇന്നലെ ധ്യാനിച്ചു. ഇന്ന് മെല്ലെ പുതിയ നിയമത്തിൻ്റെ കവാടത്തിലേക്ക് മറിയത്തെ ഒരുക്കുന്നതാണല്ലോ പുതിയ നിയമത്തിൻ്റെ കവാടം. പുതിയ നിയമത്തിൻ്റെ കവാടത്തിലേക്ക് വി ആർ അറ്റ് ദ ത്രഷോൾഡ് ഓഫ് ന്യൂ ടെസ്റ്റമെൻറ്റ് പ്രവേശിക്കുകയാണ്. സ്വാഭാവികമായൊരു ചോദ്യമുണ്ട്. ആദത്തിൻ്റെ മക്കൾ പാപം മൂലം കളങ്കപ്പെട്ടിരിക്കുകയാണ്.
ആദ്യ പാപത്തിൻ്റെ കറ മനുഷ്യകുലത്തെ മുഴുവൻ ബാധിച്ചിരിക്കുകയാണ്, അത് വ്യാപിച്ചിരിക്കുകയാണ്. അപ്പോൾ പിന്നെ ദൈവപുത്രന് ഇടമാകേണ്ട മറിയം, ദൈവപുത്രന് ഇടമൊരുക്കേണ്ട മറിയം അതെങ്ങനെ പോസിബിൾ ആവും? കാരണം മനുഷ്യകുലത്തിൽ പിറന്നു വീഴുന്ന മറിയവും സ്വാഭാവികമായും ആദത്തിൻ്റെ മക്കളിൽ എണ്ണം ചേർക്കപ്പെടും. അവളിലും ആ പാപത്തിൻ്റെ കറ പടർന്നു കയറിയിട്ടുണ്ടാകില്ലേ? പരമപരിശുദ്ധനായ ഓൾ ഹോളി ഓൾ ഗുഡ് ദൈവത്തിന് എങ്ങനെയാണ് പാപമുള്ള ഒരു ഇടമായി വസിക്കാനുള്ള ഇടമായി മാറുന്നത്? ഇവിടെയാണ് ഏത് വരാൻ പോകുന്നത് ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന ആശയം. ഏതാണെന്ന് ആർക്കെങ്കിലും ഗസ് ചെയ്യാവോ? ഹിയർ കംസ് ദ ഐഡിയ ഓഫ് ദ ഇമ്മാക്കുലേറ്റ് കൺസെപ്ഷൻ ഓഫ് മേരി. മറിയത്തിൻ്റെ അമലോത്ഭവം എന്ന ആശയം വരികയാണ്. അതായത് the immaculate conception of Mother Mary is not the greatness of Mary, but the greatness of God's preparation. മറിയം അമലോത്ഭവയാണെന്നുള്ളത് മറിയത്തിൻ്റെ മഹത്വത്തെ വെളിപ്പെടുത്തുന്ന ആശയത്തെക്കാൾ ഉപരി ദൈവത്തിൻ്റെ ഒരുക്കത്തിൻ്റെ, ദൈവത്തിൻ്റെ പരിപാലനത്തിൻ്റെ മഹത്വത്തെയാണ് വെളിപ്പെടുത്തുന്നത്. ഒരു ആർട്ടിസ്റ്റ്, ഒരു കലാകാരൻ, അയാളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു പെയിൻറ്റിങ് ആരംഭിക്കുന്നതിന് മുമ്പ് എന്തൊരുക്കി വെക്കും? ക്യാൻവാസ് ഒരുക്കും. സ്വാഭാവികമല്ലേ? അത് ഒരുക്കത്തിൻ്റെ ഘട്ടമല്ലേ? ഒരു രാജാവ് അദ്ദേഹത്തിൻ്റെ കൊട്ടാരത്തിൽ മറ്റൊരു രാജ്യത്തിൻ്റെ രാജാവിനെ, അധികാരിയെ സ്വീകരിക്കുമ്പോൾ അതിന് മുന്നോടിയായി എന്തോരം ഒരുക്കങ്ങൾ ആ കൊട്ടാരത്തിൽ നടത്തും. എല്ലാം ഒന്നുകൂടെ ഒന്ന് വെടിപ്പാക്കും, ഭംഗിയുള്ളതാക്കും. എന്നിട്ടല്ലേ രാജാവിനെ സ്വീകരിക്കത്തുള്ളൂ. എന്തിന്? അതൊന്നും വേണ്ടല്ലോ. നമ്മുടെ കുടുംബത്തിലേക്ക് ദമ്പതികൾ ചിന്തിച്ചേ, നമ്മുടെ കുടുംബത്തിലേക്ക് ഒരു കുഞ്ഞിനെ, ഉദരത്തിൽ നമ്മൾ വഹിച്ചൊരു കുഞ്ഞിനെ സ്വീകരിക്കുന്നതിന് മുമ്പ് നമ്മൾ എങ്ങനെയൊക്കെയാണ് ആ വീടൊരുക്കുന്നത്? ഇന്ന് എന്തോരം ശ്രദ്ധയാണ് ടോയ്സ് ഒക്കെ നേരത്തെ അറേഞ്ച് ചെയ്യുന്നു. എനിക്കറിയാം, പ്രത്യേകിച്ച് ഈ മൈഗ്രൻ്റ് കമ്മ്യൂണിറ്റിയിൽ ആദ്യകാലത്തെ സ്ട്രഗിൾസ്, ബേസ്മെൻറ്റിലും റെൻറ്റിനും ഒക്കെ ജീവിച്ചവർ, അവരൊരു വീട് ആഗ്രഹിച്ചൊരു വീട്ടിലേക്ക് മാറുന്ന ഏറ്റവും സുപ്രധാന ഘട്ടം അവരുടെ കുഞ്ഞിനെ സ്വീകരിക്കുന്ന നേരത്തായിരിക്കും. കുഞ്ഞ് പിറന്നു വീഴേണ്ടത് പുതിയ വീട്ടിലേക്കാണ്. അത്രയധികം പ്രിപ്പറേഷൻസ് നമ്മൾ നടത്താറില്ലേ? അങ്ങനെയാണെങ്കിൽ അപ്പോൾ ഈ പ്രിപ്പറേഷൻ എന്താ സൂചിപ്പിക്കുന്നത്? പ്രിപ്പറേഷൻസ് ആർ എക്സ്പ്രഷൻസ് ഓഫ് ലവ്. പ്രിപ്പറേഷൻസ് ആർ എക്സ്പ്രഷൻസ് ഓഫ് ലവ്. ഇത്തരമെല്ലാ ഒരുക്കങ്ങളും സ്നേഹത്തിൻ്റെ പ്രകടനങ്ങളാണ്. സ്നേഹം പ്രകടിപ്പിക്കുന്ന നേരമാണ്. ഗ്രേറ്റർ ദ ഗിഫ്റ്റ്, ഗ്രേറ്റർ ദ പ്രിപ്പറേഷൻ ഈസ്. എത്ര വലുതാണോ നമ്മൾ സ്വീകരിക്കാൻ പോകുന്ന ആ ദാനം, നമ്മളെ തേടി വരുന്ന സമ്മാനം, വ്യക്തി, അത്രയധികമായിരിക്കും ഒരുക്കത്തിൻ്റെ അനുപാതവും. അവിടെ ഇനി മനസ്സിലാക്കേണ്ടത്, ജീസസ് ഹിംസെൽഫ് ഈസ് കമ്മിങ്, ദ സെക്കൻഡ് പേഴ്സൺ ഓഫ് ദ ട്രിനിറ്റി. ത്രിത്വത്തിൽ രണ്ടാമത്തെ വ്യക്തി ഭൂമിയിലേക്ക് വരുന്നു. അങ്ങനെയാണെങ്കിൽ എത്രയധികമായിട്ടായിരിക്കും ദൈവം തമ്പുരാൻ തൻ്റെ പുത്രന് ഭൂമിയിൽ ഇടമൊരുക്കുന്നതെന്ന് ചിന്തിച്ചാൽ പോരെ. നമ്മൾ മനുഷ്യർ ഇത്രയൊക്കെ ശ്രദ്ധ നമ്മുടെ പിറന്നു വീഴാൻ പോകുന്ന മക്കൾക്ക് വേണ്ടി നൽകുമെങ്കിൽ, വീട്ടിലേക്ക് വരുന്ന ഒരു അതിഥിക്ക് വേണ്ടി നൽകുമെങ്കിൽ, നമ്മൾ വരയ്ക്കുന്ന ഒരു ചിത്രത്തിന് വേണ്ടി നൽകുമെങ്കിൽ, ദൈവം തമ്പുരാൻ തൻ്റെ പുത്രനെ ഭൂമിയിലേക്ക് അയക്കുമ്പോൾ അതിന് മുൻപേറ് ചെയ്യുന്ന ഒരുക്കം എത്ര മഹത്തരമായിരിക്കുമെന്ന് ഊഹിക്കാൻ കഴിയുമോ? Do you think that any less will be the preparation of God? ദൈവത്തിൻ്റെ ഒരുക്കം എന്തെങ്കിലുമൊക്കെ ചെറുതായി പോകുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? ഇവിടെയാണ് വീണ്ടും നമ്മൾ പറഞ്ഞ ആശയം കയറി വരുന്നത്. ഇമ്മാക്കുലേറ്റ് കൺസെപ്ഷൻ ഓഫ് മദർ മേരി. മറിയം അമലോത്ഭവയാകുന്നതിൻ്റെ പിന്നിലെ ആശയം മനസ്സിലാകുന്നുണ്ടോ? ഞാൻ നേരെ കയറി സഭയുടെ പഠിപ്പീര് 1854 പ്രഖ്യാപിച്ചത് എന്ന് പറഞ്ഞല്ല, അതിൻ്റെ പശ്ചാത്തലം ഒരുക്കുകയാണ്. അതിൻ്റെ ലോജിക്കൽ പാറ്റേൺ നിങ്ങളിലേക്ക് അവതരിപ്പിക്കുകയാണ്. അപ്പോൾ പിന്നെ മറിയം അമലോത്ഭവ ആയിരിക്കണം. മറിയത്തിൻ്റെ അമലോത്ഭവം മറിയത്തിൻ്റെ പ്രിവിലേജ് അല്ല, അത് മിശിഹായുടെ പ്രിവിലേജാണ്. പുത്രൻ തമ്പുരാൻ്റെ പ്രിവിലേജാണത്. മറിയത്തിൻ്റെ അമലോത്ഭവം മറിയത്തിൻ്റെ പ്രിവിലേജ് അല്ല. ദാറ്റ്സ് ദ പ്രിവിലേജ് ഓഫ് മെസ്സയ. Everything in the Catholic theology begins with Christ and ends in Christ.
കത്തോലിക്ക സഭയുടെ സത്യവിശ്വാസവും പ്രബോധനങ്ങളും എല്ലാം മിശിഹാ തമ്പുരാനിൽ ആരംഭിച്ച് മിശിഹായിലേക്ക് എത്തിച്ചേരും. അതിൻ്റെ നല്ല തെളിവല്ലേ ഇമാക്കുലേറ്റ് കൺസെപ്ഷൻ ഓഫ് മേരി? മറിയത്തിൻ്റെ അമലോത്ഭവം ആരംഭിക്കുന്നത് മിശിഹായിൽ നിന്നാണ്. കാരണം വരുന്നത് മിശിഹായാണ്. മിശിഹായിൽ ആരംഭിച്ച് മിശിഹായിലേക്ക് ചേരുന്നതാണ് കത്തോലിക്ക സഭയുടെ എല്ലാ പ്രബോധനങ്ങളും. ചിലപ്പോഴൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്, പ്രത്യേകിച്ച് ഇതര ക്രൈസ്തവ സമൂഹങ്ങളിൽ നിന്നൊക്കെ ചിലപ്പോൾ സംശയമുണ്ടാകുന്നത്, ചോദ്യങ്ങൾ വളരെ ജെന്യുവിനായിട്ട് എന്നോടും ചോദിച്ചിട്ടുള്ളൂ. പ്രത്യേകിച്ച് യുവജനങ്ങളൊക്കെ, അത്തരം സമൂഹങ്ങളിലെ യുവജനങ്ങൾ എന്നോട് ചോദിച്ചിട്ടുണ്ട്, അച്ചോ ക്യാൻ യു എക്സ്പ്ലെയിൻ ദ ഇമാക്കുലേറ്റ് കൺസെപ്ഷൻ ഓഫ് മേരി? യു കാത്തലിക്സ് ഓഫൻ ടെൽ മേരി ഈസ് ഇമാക്കുലേറ്റ്, ഹൗ എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട്, തെറ്റിദ്ധരിക്കരുത്. ഇത് നൂറ്റാണ്ടുകളായി സഭ ധ്യാനിച്ച രഹസ്യത്തെ, തിരിച്ചറിഞ്ഞ യാഥാർത്ഥ്യത്തെ സഭ 19-ാം നൂറ്റാണ്ടിൽ പ്രഖ്യാപിച്ചെന്നേ ഉള്ളൂ. പക്ഷെ അതിനു മുമ്പേ സഭ ഇത് ധ്യാനിച്ചു, ഇതിനെ മനനം ചെയ്തു. ഈ രഹസ്യത്തിൻ്റെ മുമ്പിൽ ആദരവോടെ, അത്ഭുതത്തോടെ നിന്നു. മറിയം ഈ അമലോത്ഭവയാണ് എന്നത്. അപ്പോൾ അവരുടെ പലരുടെയും ചോദ്യം, ഹൗ ക്യാൻ വി മേക്ക് മേരി സോ ഗ്രേറ്റ്? എങ്ങനെയാണ് നമുക്ക് മറിയത്തെ അത്ര വലിയവളാക്കാൻ പറ്റുന്നത് എന്നാണ്. ഇത് മറിയത്തെ നമ്മൾ വലിയവളാക്കുന്നു എന്നല്ല, മറിച്ച് ചിന്തിക്കേണ്ടത് ഹൗ ഗ്രേറ്റർ വാസ് ദ പ്രിപ്പറേഷൻ ഓഫ് ഗോഡ് ഇൻ മേരി. മറിയത്തിൽ ദൈവം നടത്തിയ ഒരുക്കത്തിൻ്റെ മഹത്വമാണ് ഇവിടെ വെളിപ്പെടേണ്ടത്. മറിയത്തെ സഭ എന്തോ വലിയവളാക്കി, അങ്ങനെയല്ല. സഭ മറിയത്തെ വലിയവളാക്കേണ്ട കാര്യമില്ല. ദൈവം അവളെ ഉയർത്തിയിട്ടുണ്ട്. ദൈവം അവളെ അത്ഭുതകരമായ രീതിയിൽ ഒരുക്കിയിട്ടുണ്ട്. ആ ഒരുക്കമാണ് അമലോത്ഭവം. അതുകൊണ്ടാണ് സ്വർഗം അതിന് അടിവരയിടുന്നത്. ഗബ്രിയേൽ മാലാഖ മറിയത്തെ തേടി വന്നിട്ട് പറയുന്നു, ലൂക്ക 1:28, ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി, ഹെയിൽ ഫുൾ ഓഫ് ഗ്രേസ്. കെക്കരിത്തോമനെ എന്ന ഗ്രീക്ക് വേർഡാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. കെക്കരിത്തോമനെ, ഫുൾ ഓഫ് ഗ്രേസ് എന്ന് വെച്ചാൽ ഇപ്പോൾ കൃപ കിട്ടിയവളെ എന്നല്ല, മറിച്ച് കൃപയിൽ നിറഞ്ഞിരിക്കുന്നവളെ, മുമ്പേ തന്നെ കൃപയിൽ നിറഞ്ഞിരിക്കുന്നവളെ, ഇനി എന്നും കൃപയിലായിരിക്കുന്നവളെ എന്നാണ്. അതിൽ നിങ്ങൾ വിസ്മയിക്കേണ്ട, കാരണം ബൈബിളിൽ ആകമാനമുള്ള ഒരു കൺസെപ്റ്റാണ്. ഏതെങ്കിലും ഒരു ദൗത്യത്തിനു വേണ്ടി ദൈവം ആരെയെങ്കിലും തിരഞ്ഞെടുക്കുന്നുണ്ടെങ്കിൽ അതിന് മുൻപേ തന്നെ ദൈവം അവരെ ഒരുക്കി തുടങ്ങും. നിങ്ങൾ നോഹയെ നോക്ക്. പ്രളയകാലത്ത് പെട്ടകം പണിതവനെ ദൈവം മുമ്പേ തന്നെ തിരഞ്ഞെടുത്ത് ഒരുക്കി തുടങ്ങി. യഹൂദരുടെ പിതാവായ, നമ്മുടെ വിശ്വാസത്തിൻ്റെ പിതാവായ അബ്രാഹത്തെ നോക്ക്. അബ്രാഹത്തെ ദൈവം ഉൽപ്പത്തി 12-ാം അധ്യായത്തിൻ്റെ ആദ്യ വാക്യങ്ങൾ തൊട്ടേ നമ്മൾ കാണുന്നു, ഒരുക്കി തുടങ്ങുന്നു. അവൻ്റെ ദേശത്ത് നിന്ന്, പ്രിയപ്പെട്ടവരിൽ നിന്ന് അവനെ മാറ്റി ഒരു പ്രിപ്പറേഷൻ്റെ കാലഘട്ടത്തിലേക്ക് അബ്രാഹത്തിനെ പ്രവേശിപ്പിക്കുന്നു. മോശയെ നോക്ക്. പുറപ്പാടിൻ്റെ മഹാത്ഭുതം ചരിത്രത്തിൽ ഇസ്രായേലിനു വേണ്ടി ചെയ്തു കൊടുത്തവൻ ദൈവം അവനെ കൊണ്ട് ചെയ്യിപ്പിച്ചെങ്കിൽ അതിനു മുമ്പ് മിദിയാനിൽ ഒരു ഒരുക്കത്തിൻ്റെ കാലം ഉണ്ടായിരുന്നു. ദാവീദിനെ നോക്ക്. ദൈവത്തിൻ്റെ ഹൃദയത്തിന് ചേർന്നവനെന്ന് പട്ടം കിട്ടിയവൻ, വിശേഷണം കിട്ടിയവൻ, അതിനു മുമ്പ് ഒരു സ്ട്രഗിൾസിൻ്റെ, ഒരുക്കത്തിൻ്റെ കാലഘട്ടം ഉണ്ടായിരുന്നു. അപ്പസ്തോലന്മാരെ നോക്ക്. ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ പോയി സുവിശേഷം പറഞ്ഞവരെ ആ വലിയ ദൗത്യത്തിന് മുമ്പ് ദൈവം പെന്തക്കുസ്തായിൽ, പ്രാർത്ഥനയിൽ, മാളിക മുകളിൽ ഇരുത്തി ഒരുക്കിയെടുത്തില്ലേ? ഒരു പ്രിപ്പറേഷൻ അതിൻ്റെ ഭാഗമാണ്. അങ്ങനെയാണെങ്കിൽ എത്ര അധികമായിരിക്കും ദൈവപുത്രന്, മിശിഹായിക്ക് അമ്മയാകേണ്ട മറിയത്തിൻ്റെ പ്രിപ്പറേഷൻ എന്നോർത്താൽ മതി. മറിയത്തെ ദൈവം ഒരുക്കുന്നത് എങ്ങനെയായിരിക്കും? അതുകൊണ്ടാണ് സഭ പഠിപ്പിക്കുന്നത്, ഫ്രം ദ വെരി മൊമെന്റ് ഓഫ് കൺസെപ്ഷൻ, ഉത്ഭവത്തിൻ്റെ ആദ്യ നിമിഷം മുതലേ ഷീ ഈസ് ഇമാക്കുലേറ്റ് ബൈ ദ മെറിറ്റ്സ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്. അത് പ്രത്യേകം ഓർക്കണം. ഈശോ മിശിഹായുടെ യോഗ്യതകളാലെയാണ് മറിയം അമലോത്ഭവയായിരിക്കുന്നത്. മറിയത്തിൻ്റെ അമലോത്ഭവത്തെക്കുറിച്ച് സഭ പഠിപ്പിക്കുന്ന 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ. 1, ഉത്ഭവത്തിൻ്റെ ആദ്യ നിമിഷം തൊട്ട്. 2, ബൈ ദ മെറിറ്റ്സ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ഈശോ മിശിഹായുടെ യോഗ്യതകളാലെയാണ് മറിയം അമലോത്ഭവയായിരിക്കുന്നത്. അതിനെങ്ങനെയാണ് ഈ പുത്രൻ്റെ മെറിറ്റ്സ്, അതിനെ മനസ്സിലാക്കേണ്ടത് എങ്ങനെയാണ്? അവൻ്റെ യോഗ്യതകളാലെ. നമ്മളും അമലോത്ഭവരാകുന്നുണ്ട്. എപ്പത്തൊട്ട്? മാമോദീസായിൽ നമ്മൾ ഈശോ മിശിഹായുടെ കുരിശുമരണത്തിൻ്റെ യോഗ്യതകളാലെ സഭയിൽ മാമോദീസ സ്വീകരിച്ച് അമലോത്ഭവരായി മാറുകയാണ്. അപ്പം അത് മറിയത്തിന് ദൈവം മുമ്പേ എടുത്തു കൊടുത്തു, ദൈവത്തിൻ്റെ പരിപാലനയിൽ. അങ്ങനെ ഒന്ന് കണ്ടു നോക്കിക്കേ. ഇവിടെ കുരിശുമരണം നടന്നു. കുരിശുമരണത്തിന് ശേഷം പിറന്നു വീഴുന്നവർക്ക് കുരിശുമരണത്തിൻ്റെ യോഗ്യതകൾ
മാമോദീസായിൽ സഭയിലൂടെ നൽകപ്പെടുന്നു. എന്നാൽ കുരിശുമരണത്തിന് മുമ്പ് സഭയില്ല. മറിയം വരുന്നു, മറിയം ഒരുക്കപ്പെടണം, മറിയത്തിന് പാപക്കറ ഉണ്ടാകരുത്. അപ്പോൾ ദൈവം എന്ത് ചെയ്തു? സംഭവിക്കാനിരിക്കുന്ന കുരിശുമരണത്തിൻ്റെ യോഗ്യതകളെ നേരത്തെ എടുത്ത് മറിയത്തിന് നൽകുന്നു, അവളുടെ ഉത്ഭവത്തിൻ്റെ ആദ്യ നിമിഷം തന്നെ. അതുകൊണ്ട് അമ്മയും രക്ഷിക്കപ്പെട്ടത് പുത്രനാലേ തന്നെ. അമ്മയും രക്ഷിക്കപ്പെട്ടത്, അവൾ പാപക്കറ ഏൽക്കാതിരുന്നത് പുത്രനാലേ തന്നെയാണെന്ന് ഓർക്കുക. ഇതിനെക്കുറിച്ച് മനസ്സിലാക്കേണ്ടത് ഇങ്ങനെയാണ്. 2 സെന്റൻസ് പറയാം, അത് ക്ലിയർ ആകും. വി ആർ റെസ്ക്യൂഡ്. നമ്മൾ രക്ഷിക്കപ്പെട്ടവരാണ്. വി ആർ റെസ്ക്യൂഡ്. ഷീ ഈസ് പ്രിവെന്റഡ് ഫ്രം ഫോളിങ്. വി ആർ റെസ്ക്യൂഡ്. നമ്മൾ രക്ഷിക്കപ്പെട്ടു. ആൻഡ് ഷീ ഈസ് പ്രിവെന്റഡ് ഫ്രം ഫോളിങ്. അവൾ വീഴുന്നതിൽ തന്നെ കാക്കപ്പെട്ടു. അവൾ വീഴുന്നതിൽ തന്നെ സംരക്ഷിക്കപ്പെട്ടു. വി ആർ റെസ്ക്യൂഡ് ആൻഡ് ഷീ ഈസ് പ്രിവെന്റഡ് ഫ്രം ഫോളിങ്. കുറച്ചുകൂടെ മനസ്സിലാക്കാം. വി ആർ ലിഫ്റ്റഡ് ഔട്ട്. ആ പാപക്കുഴിയിൽ നിന്ന് വി ആർ ലിഫ്റ്റഡ് ഔട്ട്. നമ്മളിങ്ങനെ വലിച്ച് എടുക്കപ്പെട്ടു. വി ആർ ലിഫ്റ്റഡ് ഔട്ട്. ഷീ ഈസ് പ്രിസേർവ്ഡ്. ഷീ ഈസ് പ്രിസേർവ്ഡ്. അവളെ വീഴാതെ പൊതിഞ്ഞു പിടിച്ചു. ഷീ ഈസ് പ്രിസേർവ്ഡ്. അതാണ് ഈശോ മിശിഹായുടെ സേവിങ് ഗ്രേസ്. ദൈവത്തിൻ്റെ ഈശോയുടെ രക്ഷാകര കൃപ നമ്മളിൽ പ്രവർത്തിച്ചതിനേക്കാൾ ഉപരിയായി മറിയത്തിലെത്തിയത് ഈ രീതിയിലാണ്. ഷീ ഈസ് പ്രിസേർവ്ഡ്. അവൾ പാപമേൽക്കാതെ അവളെ പൊതിഞ്ഞു പിടിച്ചു. അതാണ് ഈ വസ്തുതയാണ്, ഈ സത്യമാണ് വിശ്വാസ സത്യമായി സഭ സോളംലി പ്രൊക്ലെയിം ചെയ്തത്. ഏത് വർഷം? 1854 9 പിയൂസ് മാർപ്പാപ്പ പ്രഖ്യാപിച്ചു, ഷീ ഈസ് ഇമ്മാക്കുലേറ്റ്. മറിയം അമലോത്ഭവയാണ്. മുമ്പേ തന്നെ സഭ വിശ്വസിച്ചിരുന്ന, ധ്യാനിച്ചിരുന്ന സഭാപിതാക്കന്മാർ മറിയത്തിൻ്റെ കളങ്കമേശാത്ത അവസ്ഥയെ ഏറ്റുപറഞ്ഞിരുന്ന, മറിയത്തിൻ്റെ സഭ ഒരുമിച്ച് പല ആവർത്തി ചരിത്രത്തിൽ പ്രാർത്ഥിച്ചിരുന്ന, കൃപ നിറഞ്ഞ മറിയമേ നിനക്ക് സമാധാനം, നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി എന്ന് പ്രാർത്ഥിച്ചിരുന്ന, ഏറ്റുപറഞ്ഞിരുന്നതിനെ ഔദ്യോഗികമായി ആഘോഷമായി സഭ പ്രഖ്യാപിച്ചതാണ് 1854 എന്നോർക്കണേ. ബ്ലെസ്സഡ് ജോൺ ഡോൺ സ്കോത്തൂസ് അദ്ദേഹം പറയുന്ന ഒരു 3 സെൻറ്റൻസ് ഉണ്ട്, എനിക്ക് വളരെ പ്രിയപ്പെട്ടതാണത്. അത് ശ്രദ്ധിച്ച് മനസ്സിലാക്കാമെങ്കിൽ ഇനി അമലോത്ഭവത്തെക്കുറിച്ച്, മറിയത്തിൻ്റെ ഇമ്മാക്കുലേറ്റിനെ കുറിച്ച് കത്തോലിക്കർക്കൊരു സംശയം ഒരിക്കലും ഉണ്ടാകേണ്ട കാര്യമില്ല. ഇനി കത്തോലിക്കരല്ലാത്ത സഹോദരങ്ങളെ, നിങ്ങൾക്ക് ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഈ വാക്യം അതിൻ്റെ ക്ലിയർ ഉത്തരമാണ്. ഹൗ ആൻഡ് വൈ മേരി ഈസ് ഇമ്മാക്കുലേറ്റ്. ഹൗ ആൻഡ് വൈ മേരി ഈസ് ഇമ്മാക്കുലേറ്റ്. ഇങ്ങനെയാണത്. ഗോഡ് കുഡ് ഡു ഇറ്റ്. ഒന്നാമത്തെ വാക്യം, ഗോഡ് കുഡ് ഡു ഇറ്റ്. ദൈവത്തിന് അത് ചെയ്യാൻ കഴിയും. ഗോഡ് കുഡ് ഡു ഇറ്റ്. ക്ലിയർ അല്ലേ? ഒന്നാമത്തെ വാക്യം, ഗോഡ് കുഡ് ഡു ഇറ്റ്. രണ്ടാമത്തത്, ഇറ്റ് വാസ് ഫിറ്റിംഗ് ദാറ്റ് ഹി ഷുഡ് ഡു ഇറ്റ്. ദൈവത്തിനത് ചെയ്യാൻ കഴിയുമായിരുന്നു. അത് ചെയ്യുന്നത് ദൈവത്തിന് ചേരുന്നതായിരുന്നു. ഗോഡ് കുഡ് ഡു ഇറ്റ് ആൻഡ് ഇറ്റ് വാസ് ഫിറ്റിംഗ് ദാറ്റ് ഹി ഷുഡ് ഡു ഇറ്റ്. അല്ലേ? അത് ചെയ്യുന്നത് ദൈവ സ്വഭാവത്തിന് ചേരുന്ന കാര്യമല്ലേ? ഗോഡ് കുഡ് ഡു ഇറ്റ്, ഇറ്റ് വാസ് ഫിറ്റിംഗ് ദാറ്റ് ഹി ഷുഡ് ഡു ഇറ്റ്, ആൻഡ് ഫൈനലി ഹി ഡിഡ് ഇറ്റ്. ഹി ഡിഡ് ഇറ്റ്. ദൈവം അത് ചെയ്തു. ദൈവത്തിനത് ചെയ്യാൻ കഴിയുമായിരുന്നു. ഏത്? മറിയത്തെ അമലോത്ഭവയാക്കുന്നത് ദൈവത്തിനത് ചെയ്യാൻ കഴിയുമായിരുന്നു. അത് ചെയ്യുന്നത് ദൈവത്തിന് ചേരുന്നതായിരുന്നു. ദൈവം അത് ചെയ്തു. അത്രേ ഉള്ളൂ. ഗോഡ് ഡിഡ് ഇറ്റ്. ദൈവം മറിയത്തെ അമലോത്ഭവയായി കാത്തു. ഇവിടെ നമുക്കുള്ള പാഠം എന്താണ്? നമുക്കുള്ള പാഠം, മറിയത്തെ അമലോത്ഭവയായി ദൈവം കാത്തതില്ലേ, അതാണ് ഹ്യൂമാനിറ്റിയിൽ നിന്ന് ദൈവം ആഗ്രഹിക്കുന്നത്. അതേ വിശുദ്ധി ആണ് നമ്മളിൽ നിന്ന് ആ അമലോത്ഭവരായിരിക്കുന്ന പാപമേൽക്കാത്ത അവസ്ഥയിൽ അതിൽ തുടരുന്നതാണ് ഹ്യൂമാനിറ്റിയിൽ നിന്ന്, മനുഷ്യകുലത്തിൽ നിന്ന് ദൈവം ആഗ്രഹിക്കുന്നത് എന്നോർക്കണേ. മറിയത്തെ കാത്ത ദൈവത്തിൻ്റെ കൃപ, ഇറ്റ്സ് നോട്ട് യെറ്റ് ഡൺ. അത് അവസാനിച്ചിട്ടില്ല. അതിന്നും പ്രവർത്തന നിരതമാണ്. ഏതെങ്കിലുമൊക്കെ പാപം മൂലം വലയുന്നവരോർക്കണേ, ദൈവത്തിൻ്റെ കൃപ അവസാനിച്ചിട്ടില്ല. കുരിശിൽ നിന്ന് ഒഴുകുന്ന കൃപയുടെ ചാല് അവസാനിച്ചിട്ടില്ല. അതിന്നും പ്രവർത്തന നിരതമാണ്.
നിന്നെ വീണ്ടെടുക്കാൻ ആ കൃപയ്ക്ക് ശക്തിയുണ്ട്. നീ അതിനോട് കോഓപ്പറേറ്റ് ചെയ്താൽ മാത്രം മതി. നിന്റെ സഹകരണം നിന്നെ വീണ്ടെടുക്കാൻ കാരണമാകും. മടുത്തു പോകരുത്. ഒരു സ്ട്രഗ്ലിംഗ് ഫേസ് ഉണ്ട്. സ്ട്രഗ്ലിംഗ് ഫേസിനെ മനസ്സിലാക്കേണ്ടത് അത് പ്രിപ്പറേഷൻ്റെ കാലമാണെന്നാണ്. സ്ട്രഗ്ലിംഗ് ഫേസിനെ പ്രിപ്പറേഷൻ്റെ കാലമായി മനസ്സിലാക്കുക. പൂർവ്വ യൗസേപ്പിന് സ്ട്രഗ്ലിംഗ് ഫേസ് ഉണ്ടായില്ലേ? അവൻ കടന്നുപോയ സ്ട്രഗിൾസിന് കണക്കുണ്ടോ? പക്ഷേ God was preparing him for something big. God was preparing him for something big. ഉപരിയായ ഒന്നിന് ജോസഫിനെ കർത്താവ് ഒരുക്കിയ കാലമല്ലേ? നിന്റെ സ്ട്രഗിൾസ് ആരറിഞ്ഞു? ദൈവം വലുതായതൊന്നിന് നിന്നെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണെന്ന് അതിനോട് സഹകരിക്കാം. ദാവീദിനെ കർത്താവ് ഒരുക്കിയില്ലേ? ഇസ്രായേലിൻ്റെ ഐക്യത്തിൻ്റെ രാജാവിനെ കർത്താവ് അതിനു മുമ്പ് എന്തോരം കഷ്ടപ്പാടുകൾ ദാവീദിനുണ്ടായി. അതൊരുക്കത്തിൻ്റെ കാലമാണ്. മോശയെ മുമ്പ് സൂചിപ്പിച്ചതുപോലെ ഒരുക്കിയില്ലേ? മടുത്തു പോകാതെ ആ ഒരുക്കത്തിൻ്റെ കാലത്ത് കർത്താവിനോട് ചേർന്നിരിക്കാം. ഈ ഒരുക്കത്തിനപ്പുറത്ത് ഒരു മഹത്വം നീ കാണുന്നുണ്ട്. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവും ദൈവവുമായി ഈശോ മിശിഹായേ, മറിയത്തെ പാപക്കറയേശാതെ പൊതിഞ്ഞു പിടിച്ച കാരുണ്യമേ, നിന്റെ ഒരുക്കത്തെ, നിന്റെ മഹത്വത്തെ ഞങ്ങൾ തിരിച്ചറിയുന്നു കർത്താവേ. മറിയത്തിൽ നീ ചെയ്ത പ്രവൃത്തികൾ അത്ഭുതത്തോടും ആശ്ചര്യത്തോടും ആരാധനയോടും കൂടെ ഞങ്ങൾ കാണുന്നു ദൈവമേ. മറിയത്തെ കാത്ത കൃപ ഇപ്പോഴും പ്രവർത്തന നിരതമാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപത്തിൽ നിന്ന് ഞങ്ങളെ പൊതിഞ്ഞു പിടിച്ചു കാക്കണേ. ഞങ്ങൾ വീണുപോയ പാപക്കുഴിയിൽ നിന്ന് ഞങ്ങളെ ഉയർത്തിയെടുക്കണേ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും എന്നും എക്കാലവും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.